ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈശ്വരൻ നമുക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത് പുറംലോകം മാത്രം കാണാനും അതിൽ ഭ്രമിച്ചിരിക്കാനും മാത്രമല്ല, പുറം കണ്ണുകൾ അടച്ച് അകക്കണ്ണുകൊണ്ടെല്ലാം ഒന്നാണെന്ന് അറിയാൻ കൂടിയാണ്. വാസ്തവത്തിൽ ബാഹ്യമായ ലോകം കാണാൻ മാത്രമേ പുറം കണ്ണുകൾ ആവശ്യമുള്ളൂ. അകം കാണാൻ എനിക്ക് എന്നെ അറിയാൻ ബാഹ്യമായ നേത്രങ്ങൾ ആവശ്യമില്ല. കാരണം യഥാർത്ഥം ഞാൻ ഉള്ളിലാണ്, പുറത്തല്ല. നല്ല വാക്കുകൾ, വിനയം, എളിമ, അതൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം. അതാണ് പുനർജന്മവും. ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് അവനവനെ ഉയർത്തെഴുന്നേക്കണം. നല്ല വാക്ക് അതെന്നും ജീവിക്കും. പ്രവൃത്തി, നോട്ടം, അതൊക്കെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. നമ്മിൽ ഉണരുക. അത് ഒരിക്കലും അവർക്ക് മരണമില്ല. അങ്ങനെ ജീവിച്ചവരെയല്ലേ നമ്മളിപ്പോഴും ഉൾക്കൊണ്ടു പോകുന്നത്. ഭരതൻ വിനയത്തിൻ്റെ പ്രതീകമാണ്. വർത്തമാനത്തെ ജീവിച്ചു. ഭീഷ്മർ വർത്തമാനത്തിലല്ല ജീവിച്ചത്, ഭൂതത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഇത്ര ഘട്ടങ്ങൾ വന്നത്. ആ സത്യത്തിൽ തന്നെ മുറുകി പിടിച്ചു. ഇവിടെ ഒരാളെ കൊല്ലുന്ന കണ്ടാലും തിന്നുന്ന കണ്ടാലും നോക്കി നിന്നു. അധർമ്മത്തെ ചൂണ്ടണ്ടേ. ഭീഷ്മർ നല്ലൊരു കഥാപാത്രമാണ്. ഒത്തിരി കഴിവുണ്ട്, അഹങ്കാരമുണ്ട്, ഈഗോയുണ്ട്. ഭരതന് വിനയത്തിൻ്റെ പ്രതീകമായിട്ട് പറയാം. ഭരതൻ തനിക്ക് സ്ഥാനം കൊടുത്തപ്പോൾ ചെരുപ്പ്, രാമൻ്റെ ചെരുപ്പ് മേടിച്ച് തലയിൽ വെച്ച്. ഒരു ചെരുപ്പ് വലുതിനും പൊക്കി തലയിൽ വയ്ക്കും. അതിന് തത്വം ചെരുപ്പാണ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നതും, ചെരുപ്പാണ് കല്ലും മുട്ടിലും തട്ടാ നിന്ന് രക്ഷിക്കുന്നത്. അപ്പം അതിനെയാണ് കിരീടമായി ധരിച്ചത്. കിരീടത്തിൽ ഞാനെന്ന ഭാവമുണ്ട്, ഞാൻ രാജാവാണ്. ചെരുപ്പിനതില്ല, ദാസ്യം. അതിൽ പീഠത്തിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നാണ് ഭരിക്കുന്നതെന്ന് വെച്ച് അവിടുത്തെ കയ്യിലൊരു പാവയായിരുന്നു. തിരിച്ചതുപോലെ കൊടുക്കുകയും ചെയ്യുകയാണ്. PhD എടുക്കാൻ പോയൊരു മോള് താൻ വളർത്തിയ പട്ടിയെ കൂട്ടുകാരിയെ ഏൽപ്പിച്ചിട്ട് പോയി. ഇത്ര വർഷം വന്ന് പട്ടിയെ ചോദിച്ച് തിരിച്ചു കൊടുത്തു. ഇതുപോലെ PhD എടുക്കാൻ വേറെയും പലരുടെയും പട്ടികൾ കൊടുത്തിട്ട് പോയി. ചിലവർ കൊടുത്തില്ല, കൊടുത്തവർ ദുഃഖിച്ചു. അതിനോട് പട്ടിയുടെ ബഹുത വന്നു. ഞങ്ങൾ ഇത്ര നാൾ നോക്കിക്കൊണ്ട് തരത്തില്ല, ഞാൻ എത്ര നാളും വളർത്തി, ഞാൻ സ്നേഹിച്ചു പോയി, എനിക്ക് പട്ടിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ബഹളമായി. ഇങ്ങനെ വിളിച്ചതച്ചല്ലോ, ഇത്ര ഞാൻ വാത്സല്യച്ച് ചോറ് കൊടുത്ത് വളർത്തി, അങ്ങനെ പറഞ്ഞ് ദേഷിച്ച് ദുഃഖിച്ചിരുന്നു. അത് നമ്മുടെ സൃഷ്ടി. മറ്റൊരു തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈശ്വരൻ തന്നത് ഈശ്വരൻ തിരിച്ചു കൊടുത്ത പോലല്ല പാവം. അപ്പം അതുപോലെ ആ ഒരു ശരണാഗതിയോടുകൂടി ഭരതൻ തിരിച്ച് രാമൻ വന്ന സമയത്ത് തിരിച്ച് രാജ്യം കൊടുക്കുകയാണ്. അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. ഈശ്വരനെ ഏൽപ്പിച്ചത് ഈശ്വരൻ തിരിച്ചു കൊടുത്തു. ഭരതന് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. ശരണാഗതിയോടുകൂടി ഇരുന്നു. നമ്മുടെ ചിലയിടത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ പന്തലിടുമ്പോൾ ചിലരൊക്കെ പരസ്യം കൊടുക്കും. അപ്പോൾ ചെരുപ്പിൻ്റെ പരസ്യം മുമ്പ് വെച്ചപ്പോൾ ചില നമുക്ക് വിഷമം വന്നു. അവർക്ക് വേറൊരു ചീത്ത ഉദ്ദേശം കൊണ്ടല്ല, ഒരു നല്ല യജ്ഞം നടക്കുന്ന സമയത്ത് ഈ ചെരുപ്പിൻ്റെ പരസ്യമാണോ മുമ്പിൽ വെക്കേണ്ടത് ചോദിച്ചു. ഞാൻ പറയും ചെരുപ്പിൻ്റെ പരസ്യം തന്നെയാണ് വെക്കേണ്ടത്. ചെരുപ്പാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. മുള്ളെന്നും ഇതൊക്കെ സംരക്ഷിക്കുന്നത് മാത്രം അതാണ്. അത് മനസ്സിലാക്കി ആ ശരണാഗതിയുടെ തത്വം നമുക്ക് വരണമെന്ന് കൂടി ആ ഒരു ആന്തരിക തത്വം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ കുചേലനായാലേ കുബേരനാകാനൊക്കെയുള്ളൂ. ഹീറോ ആകാമെന്ന് പറയും. ശാസ്ത്രങ്ങൾ പഠിച്ചും
പുസ്തകങ്ങൾ വായിച്ചും അതിൽ നിന്നും കടമെടുക്കുന്ന ആശയങ്ങൾ ജീവിത വീക്ഷണത്തിൽ മാറ്റമുണ്ടാക്കില്ല. ഋഷിയുടെ അനുഭവമാണ് ശാസ്ത്രങ്ങൾ. കഴിഞ്ഞ ദിവസം കൊച്ചു കുഞ്ഞായ ലളിത പറഞ്ഞത് കേട്ടില്ലേ? ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നൽകിയ ഉപദേശങ്ങൾ നമ്മൾ തിന്നണമെന്ന് നമ്മൾ പറഞ്ഞു. തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിച്ച്. പക്ഷേ അറിയാതെ ആണെങ്കിലും ലളിത പറഞ്ഞത് ശരിയാണ്. നമ്മൾ പറഞ്ഞ സത്യമാണ്. കഴിക്കുന്ന ആഹാരം ദഹിച്ച് ശരീരമായി ഒന്നായി ചേരുന്നത് പോലെ മഹാത്മാക്കളുടെ ജീവിതവും ശാസ്ത്രോപദേശങ്ങളും നമ്മൾ നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കണം. അതുമായി നമ്മൾ ഒന്നായി തീരണം. അപ്പോൾ മാത്രമേ ശാസ്ത്രവാക്യങ്ങൾ ചൈതന്യവത്താകുന്നുള്ളൂ. ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്ന അതിമനോഹരമായ പൂങ്കാവനമാണ് ലോകം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരുന്ന കാമധേനുവാണ് ഭൂമിദേവി. അതിനെ നമ്മളാൽ കഴിയും വിധം പരിരക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആദരവോടെ ശുശ്രൂഷിക്കേണ്ടതും ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ്. ആ ധർമ്മം പ്രേമപൂർവ്വം ചെയ്യണമെങ്കിൽ ഞാനും നീയും എന്നുള്ള വ്യത്യാസമില്ലാതാകണം. ആത്മചൈതന്യം ഒന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. നമ്മൾ കണ്ട ലോകത്തെ അങ്ങനെ തന്നെ ഇട്ടെറിഞ്ഞ് മൺമറഞ്ഞു പോകാതെ അതിനെ അല്പമെങ്കിലും സുന്ദരമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഞാൻ എന്ത് ചെയ്തു സമൂഹത്തിന് പിടിച്ചു പറിച്ച് എനിക്ക് വേണ്ടിയെന്നല്ലാതെ എന്ത് പ്രകൃതിയോട് ചെയ്തു എന്നുള്ളതൊന്ന് ഉള്ളോട്ട് നോക്കണം. ഭൂമിദേവിയുടെ ഹാർട്ട് ബ്ലോക്കായി പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോന്നും എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്ന അറിയില്ല. സൂര്യന് ക്യാൻസറിൻ്റെ അവസ്ഥയിലേക്ക് വന്നു. ഇന്ന് സൂര്യാഘാതം ഉണ്ടാകുന്നു. അപ്പോൾ ഓരോന്നും തിരിച്ചടിക്കുക നമ്മളെ. ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ചാലാണ് നമുക്കും അതിൽ നിന്ന് ശുദ്ധമായി കിട്ടുന്നത്. ഈ തിട്ടലാണ് ഫലം കിട്ടുന്നത് വളർത്തൽ. അതുപോലെ കൊടുത്താലും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ നീങ്ങുന്നു.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. In the modern day world, we hear so many gender-specific problems such as a male dominance in the family and the workplace, female feticide, underestimating women's intellectual capacity, etc. Nonetheless, in ancient India, the situation seemed different. Women exercised a fairly good amount of freedom in almost all areas of life, namely family affairs, decision-making, education, marriage, selecting partners, swayamvara, remarriage, etc. It is said that both polygamy and polyandry existed during the Vedic period, even though the Vedic period was supposed to be the crescendo of women empowerment, the golden era when women enjoyed greater freedom. And this was reflected even during the epoch-making Mahabharata times, a much later post-Vedic period. The powerful female characters such as Satyavati, Kundi, Gandhari, Draupadi, etc. are examples of this.
Kunti was, whose birth name was Pritha, was the mother of the 5 Pandavas. She is an outstanding character as an extraordinarily unusual mother, a true heroine, an authentic superwoman. During her entire life, Kunti had to go through intense suffering and agonizing pain. She was born to the Yadava chief Svirasena, who gifted her to her childless uncle Kunti Bhoja, who renamed her Kunti. Vasudeva was Lord Krishna's father. Kunti was Vasudeva's sister, and thus she was Krishna's aunt. For Kunti, Krishna wasn't just her nephew. He was her lord, her confidant, advisor, and friend. Perhaps Kunti was the first to understand and accept sorrow and hardships of life as the best teacher, as the best tool to keep remembering and realizing God, and also to learn profound lessons of life. Once the Mahabharata war and the Yudhishthira's coronation were over, Lord Krishna prepared to return to Dwaraka. A sad Kunti pleaded with Krishna to stay back. She glorified Krishna's beautiful form and divine nature. Kunti's Stuti in the Bhagavatam talks about that. At that time, Kunti makes one of the strangest prayers ever. Vipadaha sandu taha shashvata tatra tatra jagadguru bhavado darshanam yatsyad apunarbhava darshanam. Kunti is supplicating to Lord Krishna. O Master of all the worlds, let problems face us now and forever. For it is in sorrowful situations that we feel the presence of Thee, whose vision bestows freedom from rebirth. See, this is not only talking about devotion to God, but it shows her positive attitude to life and all the experiences of life, the unexpected experiences life throws into our path. This shows the depth of Kunti, because she took every experience not only in a positive manner, but also she used those moments, those experiences as a tool to dive deep into it, to learn the profound lessons deeply buried in those experiences. So even though sorrow is a significant part of life, no one will ever want to consciously invite it into their life. On the contrary, here Kunti is welcoming sorrow. This is something totally against the common belief that grief is bad. In fact, we learn more from grief, from sorrowful situations, than happy moments, because our happiness is skin deep. You know, there is a depth for sorrow. When we are grief stricken, when a sad moment comes out of the blue, you feel the depth. There is, it's so deep. It has a profundity. Whereas our happy moments, they're not deep enough. So we can learn more from our sorrows, from the sadness we go through, if we have the right attitude. So what do? We think grief is bad, so all our efforts are to keep sadness away. But Kunti knew that grief is a great teacher. Look at the life of all eminent personalities. You will find how effectively they used sorrow to achieve all that they accomplish. When do people realize the value of love? When they lose a friend or a near and dear one, correct? When do students desire to study and work harder? When they face failure. Even hard-hearted people become soft and sweet when they are afflicted by some disease, don't they? When do businessmen become more alert in their dealings? When they experience a major loss. So only in the face of big challenges, when life appears to be hard-nosed, will we become more determined
vigilant and hardworking. Kunti knew that life was full of inevitabilities, that it had its peaks and valleys, foreordained situations and experiences. They must happen regardless of who you are, what you are, and where you are. Through her life, Kunti demonstrated that self-confidence, faith, and love alone are the factors that would help one stay sane when trials and tribulations hunt you down in life. Her intuitive nature, intelligence, shrewdness, dutifulness, faithfulness, love, courage, and determination uplifted her to the state of a matriarchal hero.